നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. ഒരിക്കൽ ആപ്പ് കോൺഗ്രസിനെ ചതിച്ചു. ഇപ്പോൾ കോൺഗ്രസ് ആപ്പിനാണോ ചതിച്ചത് അതോ CJP ആണോ പ്രതിപക്ഷത്തെ ഒന്നടങ്കമാണോ? ആകെപ്പാടെ കൺഫ്യൂഷനാണ്. കെജ്രിവാൾ വളരെ ശക്തമായി ഇറങ്ങിയിട്ടുണ്ട് കോൺഗ്രസിനെതിരെ, അല്ലേ? കാരണം അവർ രണ്ട് തട്ടിലായതിനു ശേഷം വീണ്ടും കുറേ കാലം ഒരു വെടിനിർത്തലുണ്ടായിരുന്നു. ഡൽഹി വിഷയത്തിലാണ് അവർ രണ്ട് തട്ടിലേക്ക് മാറിയതും. പക്ഷേ ഇപ്പോൾ വീണ്ടും ശക്തമായിട്ട് രാഹുൽ ഗാന്ധി രൂക്ഷമായി വിമർശിച്ച് കെജ്രിവാൾ രംഗത്ത് വന്നിരിക്കുന്നു. ഈ സോനം വാങ്ചുക് നിരാഹാരം അവസാനിപ്പിച്ചു. എൻ്റെ സമരത്തിൻ്റെ ഗതി എങ്ങോട്ട് പോകുമെന്ന് ഒരു പിടിയുമില്ല. കാരണം അഭിജിത്ത് ദിപ്കെ ഇപ്പോഴും താൻ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചു. മുങ്ങും, പിന്നെ വീണ്ടും പൊങ്ങും. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ രേഖാമൂലം ഉറപ്പുകളെല്ലാം സോനം വാങ്ചുക്കിട്ട് കയ്യിരിക്കുകയാണ്. രേഖാമൂലമുള്ള അല്ല, മന്ത്രിമാര് കൊടുത്ത ഉറപ്പാണ്. അപ്പൊ അതിന് തീർച്ചയായിട്ടും അത് സർക്കാർ രേഖാമൂലം എഴുതി വാങ്ങിയിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ ശരിക്കും ഇപ്പോൾ ഈ കെജ്രിവാൾ രാഹുൽ ഗാന്ധിക്കെതിരെ പൊട്ടിത്തെറിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഈ ഒന്ന് കടുത്ത ഇച്ഛാഭംഗമുണ്ട്. ഇവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് നടന്നില്ല. ഇവർ പ്രതീക്ഷിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ CJP എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള അരാഷ്ട്രീയവാദികളും പിന്നെ ഈ അർബൻ നക്സലുകളും സുഡാപ്പികളും ഖാലിസ്ഥാനികളും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു വലിയ ഇത് ചെറുപ്പക്കാരല്ലേ, മുമ്പ് കർഷക ബില്ലിലോ CAA വിരുദ്ധ സമരത്തിനോ ഒക്കെ ചിലപ്പോൾ പരിമിതികളുണ്ടായിരുന്നു. കർഷക സമരത്തിൽ വിദ്യാർത്ഥികളില്ല. ഈ കുറേ കർഷകരെന്ന് പറയുന്ന കുറേ ഈ പഞ്ചാബികളായ മറ്റേ സുഖിച്ച് ജീവിക്കുന്ന കുറേ എണ്ണമാണ് ഈ ട്രക്കിലെ AC ഒക്കെ വെച്ച് വന്ന് അവിടെ സമരത്തിന് വന്നിരുന്നത്. പിന്നെ CAA വിരുദ്ധ സമരം പരിപൂർണമായിട്ടും മതപരമായി ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കൃത്യമായ ഡിവിഷൻ തന്നെ ഉണ്ടായി, ഹിന്ദു മുസ്ലിം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ആ സമരത്തിൻ്റെ പരിമിതികളായിരുന്നു. അവിടെ ഒന്നും ഇല്ലാത്തൊരു കാര്യം ഇവിടെ ഉണ്ടായത് ഇത് വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളുടെ സമരം എന്ന് പറയുമ്പോൾ അതിന് ജാതി മത വേലിക്കെട്ടുകളൊന്നുമില്ല. അവിടെ പ്രായം പോലും ഒരു പരിധി വരെ ഒരു 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 എന്താ പറയുക ഒബ്സ്റ്റക്കിൾ ആകുന്നില്ല, ഒരു തടസ്സമാകുന്നില്ല. കാരണം ഈ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ള രക്ഷിതാക്കളും സമരത്തിനിറങ്ങും. അതും ഇതിനകത്ത് നമ്മൾ കാണണം. അപ്പോൾ ഇങ്ങനെ ഈ ആപ്പിനും ഈ അർബൻ നക്സലുകൾക്കും സുഡാപ്പികൾക്കും ഖാലിസ്ഥാനികൾക്കും ഈ പറഞ്ഞ CJPക്കും ഒക്കെ ഒരു കണക്കുകൂട്ടലുണ്ടായിരുന്നു. ആ കണക്കുകൂട്ടൽ പക്ഷേ ഇപ്പോൾ പൊളിഞ്ഞുപോയി. ആ പൊളിഞ്ഞതിൻ്റെ ഇച്ഛാഭംഗമാണ് ഇപ്പോൾ കെജ്രിവാൾ കോൺഗ്രസിൻ്റെ പുറത്ത് തീർക്കുന്നത്. ഞാനത് എങ്ങനെയെന്നും കൂടി പറയാം. ഈ കെജ്രിവാളും കോൺഗ്രസും എന്നും രണ്ട് തട്ടിലാണ്. അവരെപ്പോഴാണ് ഒരു തട്ടിലാകുന്നത്? നോക്കൂ, കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ വരുമ്പം ഇടതുപക്ഷവും കോൺഗ്രസും, അതായത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ബദ്ധവൈരികളാണ്. വാളയാർ ചുരം കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഒക്കച്ചങ്ങാതിമാരാണ്. അപ്പോൾ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? അവർക്ക് ഒരു പൊതു ശത്രുവിനെ നേരിടാനുണ്ട്. അത് BJPയും നരേന്ദ്രമോദിയുമാണ്. അപ്പോൾ ഡൽഹിയിൽ കേജ്രിവാളിനും ഈ പറയുന്നത് പോലെ കോൺഗ്രസിനും പൊതുശത്രു നരേന്ദ്രമോദിയാണ്. ഇവർക്കെല്ലാം, ഈ പ്രതിപക്ഷ കക്ഷികൾക്കെല്ലാം പൊതുശത്രു നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദിയെ വീഴ്ത്താൻ അല്ലെങ്കിൽ BJPയെ വീഴ്ത്താൻ ഇവർ ഒരുമിക്കുന്നു എന്നേ ഉള്ളൂ. താൽക്കാലികമായൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അല്ലാതെ ഇവർക്ക് ആർക്കും പ്രത്യേകിച്ച് ഏതെങ്കിലും ആശയപരമായ യോജിപ്പോ പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധതയോ ഒന്നും ഈ കാര്യത്തിലില്ല. ഇത് വളരെ കൃത്യമാണ്. ഉദരനിമിത്തം ബഹുകൃത വേഷം, മറ്റേ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും തട്ടണം പണം എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. എങ്ങനെയെങ്കിലും മോദിയെ വീഴ്ത്തി ഈ അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾ നമുക്കറിയാമല്ലോ. 2004 എങ്ങനെയാണ് വാജ്പേയിയെ വീഴ്ത്തിയിട്ട് UPA സർക്കാർ കോമൺ മിനിമം പ്രോഗ്രാം CMP എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി ഇവരെങ്ങനെയാണ് മുറുക്ക് മൂർഖൻ പാമ്പ് എല്ലാം കൂടെ ചേർന്ന് അധികാരത്തിൽ വന്നത്. ഇത് തന്നെയാണ് 98-99 കാലത്ത് BJPയും പായിച്ചു. പക്ഷേ ഇത് നല്ലൊരു ചാൻസ് ആയിരുന്നു. കാരണം ഈ പ്രതിപക്ഷം, അതായത് മുതിർന്ന നേതാക്കൾ ഈ ഒരു നമ്മുടെ നീറ്റ് വിരുദ്ധ ക്രമക്കേട് ആ വിഷയം ഏറ്റെടുത്തിരുന്നെങ്കിൽ മോദി സർക്കാർ നല്ലതായിട്ട് ആഞ്ഞുലഞ്ഞനെ. അല്ല, മോദി സർക്കാർ ഉലയുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഇന്ന് നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിരിക്കുന്നവർ, ഒരു സമരം നടത്താൻ കിടന്ന് വെള്ളം കുടിക്കുകയാണ്. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ കേരളത്തിലെ കഥ തന്നെ എടുക്കാം നമുക്ക്. SFI ഇല്ലാതെ ഒരു സമരം CPMന് ഇന്ന് വിജയിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അത് ഒരു വാസ്തവമാണ്. അപ്പോൾ വിദ്യാർത്ഥി ശക്തിയെ ഇളക്കി വിട്ട്
വളരെ എന്താ പറയുക അക്രമാസക്തമായ സമരങ്ങൾ ഉണ്ടാക്കി മുതലെടുക്കുക. അതിനിന്ന് പറ്റുന്നില്ല. CPM-നും അത് സാധിക്കുന്നില്ല. അത് എന്താ പറയുക കുട്ടികളെ കിട്ടുന്നില്ല. പലതരത്തിൽ ഈ കുട്ടികളെ സൃഷ്ടിക്കാൻ നോക്കി എന്ന് വെച്ചാൽ മാർക്കുകൾ വാരിക്കോരി കൊടുത്ത് ഇതിലേക്ക് കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവന്ന്. പക്ഷേ 35,000 ആർട്സ് സീറ്റുകളാണ് ഇവിടെ, ആർട്സ് സബ്ജക്റ്റിൻ്റെ സീറ്റുകളാണ് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്. അത് മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ അങ്ങനെ ഈ സത്യത്തിൽ ഇന്ന് ഒരിടത്തും സമരം ചെയ്യാൻ ആളെ കിട്ടുന്നില്ല. ഇന്നിപ്പോൾ കുട്ടികൾക്കിന്ന് വിദ്യാർത്ഥികൾക്കിന്ന് 100 ഓപ്ഷനുകളുണ്ട്. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഒരുപാട് കോഴ്സുകളുണ്ട്. കോഴ്സുകളുണ്ട്, അവരുടേതായ എൻഗേജ്മെൻറ്റുകളുണ്ട്. ഇപ്പം തന്നെ നോക്കൂ, നമ്മൾ ഇൻസ്റ്റയിൽ നോക്കിയാൽ സ്വന്തമായിട്ട് ചാനലുകൾ ഉള്ളവരുടെ എണ്ണം വളരെ കൂടുതലാണ്. വളരെ വളരെ കൂടുതൽ. NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നതിന് ശേഷം കുട്ടികൾക്ക് 4 വർഷത്തെ ഡിഗ്രി പഠനം, PG വേണ്ട, നേരെ റിസർച്ചിന് പോകുക, അങ്ങനെ ഒരുപാട് രാജ്യം മൊത്തത്തിലൊരു ഇനിയും വരാനുണ്ട്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ കേരളത്തിലെ കുട്ടികളൊക്കെ പോകുന്നത് പുറത്തോട്ടാണോ? അവര് കേരളത്തിൽ നിന്ന് പഠിക്കുന്നില്ല, നോയിഡയിലേക്കും അല്ലെങ്കിൽ UP-യിൽ എത്ര പേരാ പോയി പഠിക്കുന്നത്? UP-യിൽ എനിക്കറിയാവുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോൾ UP-യിൽ പോയി പഠിക്കുകയാണ്. നമ്മളൊക്കെ പണ്ട് പറഞ്ഞ ബീമാരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്ന UP-യിലേക്ക് ഇവിടുന്ന് കുട്ടികൾ പോയി പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്കണം കേരളത്തിന് എന്താ സംഭവിച്ചത്. ഇരിക്കട്ടെ, അതല്ല യൂണിവേഴ്സിറ്റി അത് തുടങ്ങിയപ്പോൾ ഇവിടുന്ന് കുട്ടികൾ അവിടെ നോയിഡ ക്യാമ്പസിലൊക്കെ പോവുകയാണ്. അതെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അതിരൂക്ഷമായ വിമർശനമായിട്ട് വന്നിരിക്കുകയാണ്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സമരത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണ് രാഹുൽ ഗാന്ധി കാണിച്ച പണി. ഇത് കോൺഗ്രസ്സിന് അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷം. അത് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ, ആ ബാറ്റൺ വേറൊരാളിന് കിട്ടിയാൽ പിന്നെ രാഹുൽ ഗാന്ധിയോ നെഹ്റു കുടുംബമോ സോണിയയോ ഒന്നുമില്ല. പക്ഷെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ, പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ നേതാവ് മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ നേതാവാണ്. അവിടെ വേറെയും പാർട്ടികൾ ഉണ്ടായിരുന്നു. നമ്മുടെ സമാജ്വാദി പാർട്ടി അടക്കമുള്ള പല പാർട്ടികളും പ്രതിപക്ഷത്തുണ്ട്. പക്ഷെ അവരെ എന്നും വിശ്വാസത്തിലെടുക്കാതെ എങ്ങനെ വിശ്വാസത്തിലെടുക്കും? രാജേഷ് ജി, ഞാൻ ചോദിക്കട്ടെ, ഈ അങ്ങനെ വിശ്വാസത്തിലെടുത്താൽ ഇതിൻ്റെ ക്രെഡിറ്റ് അവർക്കും കിട്ടില്ലേ? നരേന്ദ്രമോദിയുടെ വീട്ടിൻ്റെ മുന്നിൽ പോയിരുന്ന് സമരം ചെയ്തു എന്ന് പറയുന്നത് ഒരു അഭിമാനമായിട്ട് ഉയർത്തി കാണിക്കാൻ കോൺഗ്രസ് മാത്രം മതി. അത് കോൺഗ്രസിൻ്റെ ഒരു വലിയേട്ടൻ മനോഭാവമാണ്. രാഹുലിനെ ഉപദേശിക്കുന്ന ആൾക്കാർ പറഞ്ഞെടുത്ത്. അല്ലെങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, അതിനകത്ത് SP ഒഴിച്ച് വേറെ ആരാ പിന്നെ ഒരു ശക്തി എന്ന് പറയാനുള്ളത് ആരുണ്ട്? ഈ 4 MP-മാരുള്ള CPM-നെയാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അവിടെ ആകെ ഒരു ഓട്ടോയിൽ കയറാൻ മാത്രമുള്ള MP-മാരുള്ള CPM-നെയാണോ? AA റഹീമിനെ പോലെയുള്ള പരമ്പരാഗത വിഡ്ഢിത്തം പറയുന്ന ആൾക്കാരെയാണോ പിന്നെ രാഹുൽ കൂട്ടുപിടിക്കേണ്ടത്? അതും ഒരു ചോദ്യമല്ലേ. ഈ രാഹുൽ പിന്നെ ആരെ വിശ്വസിക്കും? ആരെ കൊണ്ടുപോകും കൂടെ? ഇതിനകത്ത് ഒരു 10 പേര് വേണ്ടേ തികച്ച് കൊണ്ടുപോകാൻ? അത് സമാജ്വാദി പാർട്ടി മാത്രമേ ഉള്ളൂ. പക്ഷേ സമാജ്വാദി പാർട്ടിക്ക് അതിനുള്ള ഇത് കൊടുത്തില്ല, ഇടം കൊടുത്തില്ല. രാഹുൽ അത് മൊത്തത്തിൽ അതിൻ്റെ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെയും വിഷയം. അതാണ്, അതായത് നിങ്ങൾ ഞങ്ങൾക്കൊന്നും അവസരം തരുന്നില്ല, നിങ്ങൾ ഞങ്ങളെ കൂടെ കൂട്ടുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചൊക്കെ പോകുന്നു. ആ പണി നടക്കൂല. പാർലമെൻറ്റിനുള്ളിൽ മോദിയെ തളയ്ക്കാൻ, മോദിയെ പിടിച്ചു കെട്ടാൻ ഞങ്ങളെല്ലാവരും വേണം. പാർലമെൻറ്റിന് പുറത്ത് നിങ്ങൾക്ക് സമരം ചെയ്യാനും ഈ അടികൊള്ളാനും പോലീസിൻ്റെ അടികൊള്ളാനും ഒക്കെ ഞങ്ങളൊക്കെ വേണം. എൻ്റെ ക്രെഡിറ്റ് അടിക്കാൻ നിങ്ങൾ മാത്രം. ആ പണി നടക്കത്തില്ല എന്നാണ് കെജ്രിവാൾ പറയാതെ പറഞ്ഞു വെച്ചത്. അത് മാത്രമല്ല, ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാഹുൽ ഗാന്ധിയുടെ ആ ഇടപെടൽ കൊണ്ട് തന്നെ ആ സമരത്തിൻ്റെ സ്വഭാവം മാറിയില്ലേ? അത് ശരിക്കും ഈ എന്താ പറയുക, ഈ വിദ്യാർത്ഥി സമരം, ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊക്കെ ഉള്ളതിൽ നിന്ന് മാധ്യമ ചർച്ചകളും മാധ്യമ ശ്രദ്ധയും നേരെ രാഹുൽ ഗാന്ധിയിലേക്ക് അങ്ങ് പോയി. അപ്പോൾ അതായത് അവിടെ പെട്ടെന്ന് തന്നെ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. രാഹുൽ ഗാന്ധി ഇറങ്ങി, മോദിയുടെ വസതി വളഞ്ഞിരിക്കുന്നു, ഇനി രക്ഷയില്ല, മോദിക്ക് രാജിവെക്കേണ്ടി വരും. ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ലോക്സഭയുടെ കവാടത്തിലും അകത്തുമൊക്കെ ധർണയുണ്ടായി, പ്രതിഷേധമുണ്ടായിരുന്നു. അപ്പം വേറൊരു കോൺഗ്രസിന് കിട്ടിയ പ്ലസ് പോയിന്റ്, രാഹുൽ ഗാന്ധിക്കല്ല, കോൺഗ്രസിന് കിട്ടിയ പ്ലസ് പോയിന്റ് പ്രിയങ്ക ഗാന്ധിയും കളത്തിലിറങ്ങി എന്നുള്ളതാണ്. ഇത്രയും കാലം മിണ്ടാതിരുന്ന പ്രിയങ്കയെ കളത്തിലിറക്കി ഈ രാഹുലിനുണ്ടാകുന്ന പോരായ്മകൾ പ്രിയങ്കയെ കൊണ്ട് പരിഹരിക്കപ്പെടാൻ ഒരു ശ്രമം നടത്തുന്നു. ഇതെല്ലാം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അജണ്ടയാണ്.
ഒരു കാര്യം ഞാൻ ഇതിനകത്ത് ഒരു രസകരമായൊരു കാര്യം പറയാം. BJPക്കും അതിനോടാണ് താല്പര്യം. എന്നാൽ പ്രതിപക്ഷമായിട്ട് കോൺഗ്രസ് മതി, ബാക്കിയുള്ളവരൊന്നും വേണ്ട. കാരണം ഇവരൊക്കെ ഈ പറഞ്ഞ അരവിന്ദ് കെജ്രിവാളിനെ എടുത്താലും DMK എടുത്താലും തൃണമൂലിനെ എടുത്താലും അഖിലേഷിനെ എടുത്താലും ഇവർക്കൊക്കെ പ്രാദേശിക വികാരങ്ങളേ ഉള്ളൂ. കോൺഗ്രസ്സിന് അങ്ങനെയല്ല. കോൺഗ്രസ് ദക്ഷിണേന്ത്യയിലുണ്ട്, ഉത്തരേന്ത്യയിലുണ്ട്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ട്, പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിനൊരു ഒരു പാൻ ഇന്ത്യൻ കാഴ്ചപ്പാടിലേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഇവിടെ എല്ലാം കോൺഗ്രസ്സിന് വോട്ടുണ്ട്. കോൺഗ്രസ്സിന് അതിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കോൺഗ്രസ്സിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. BJP ആയിട്ട് കേവലം 2-3% വ്യത്യാസത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് കിട്ടുന്നുണ്ട്, കോൺഗ്രസ്സിന് പിന്തുണയുണ്ട് ജനങ്ങളുടെ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അതിനെയൊന്നും ബലി കൊടുക്കാൻ തയ്യാറല്ല. കിട്ടിയ അവസരം കിട്ടുന്ന ഒരു അവസരം മുതലെടുക്കാൻ അവർ ശ്രമിക്കും. അത് രാഷ്ട്രീയത്തിലുള്ളതാണ്. BJPയുടെയും താല്പര്യം അതാണ്. കാരണം BJPക്ക് ഒറ്റയടിക്ക് കോൺഗ്രസിനെ എതിർത്താൽ മതി. ഇതിങ്ങനെ ഈ ചെറു പാർട്ടികളായിട്ട് ഇങ്ങനെ കൂട്ടം കൂടി വരുമ്പം ഇതൊരു വലിയ ഒരു കൂട്ടായ്മയായി മാറും. അതിനേക്കാളും കോൺഗ്രസ് മാത്രം മതി. BJP അതിനെ പ്രോത്സാഹിപ്പിക്കും. ഇപ്പോൾ ഇതൊരു നാടകമാണ് എന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിക്കുന്നതിൻ്റെ പുറകിൽ അങ്ങനെ ഒരു കാരണം കൂടിയുണ്ട്. അതായത് BJP അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ കൂടി അതിനെ പ്രോത്സാഹിപ്പിക്കും. അത് അങ്ങനെ നടക്കട്ടെ. BJP മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന അതാണ്. ഇപ്പോൾ ഞാൻ പറയാമല്ലോ, കോൺഗ്രസിൻ്റെ തലപ്പത്തുനിന്ന് രാഹുൽ ഗാന്ധി മാറി വേറൊരാൾ വരുന്നത് BJPക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം രാഹുൽ അവിടെ ഇരുന്നാൽ BJPക്ക് അതിനനുസരിച്ച് ഗുണം ഉണ്ടാകുമെന്ന്, രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് തിരിച്ചറിയുന്നത് BJPയാണ്. അതാണ് അതിനകത്തുള്ള പൊളിറ്റിക്സ്. അപ്പോൾ ഇവിടെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ കൂടെയുള്ള ആൾക്കാരും ഒക്കെ രംഗത്ത് വന്നത്. ഇപ്പം മറ്റേ മുഖ്യമന്ത്രിയായിരുന്ന അതിഷി മെർലേന, അതുപോലെ സോമനാഥ് ഭാരതി, സഞ്ജയ് സിംഗ് MP, ഇവരെല്ലാം രംഗത്ത് വന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതേ അരവിന്ദ് കെജ്രിവാൾ ഇത് പറയും. എന്താ കാരണം എന്നറിയാമോ? അവിടെ പഞ്ചാബിൽ സ്ത്രീകൾക്ക് മാസം 1000 രൂപ കൊടുക്കുമെന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു പ്രകടന പത്രികയിൽ. അത് ചോദിച്ചു തരുന്ന പെണ്ണുങ്ങളെ ഇപ്പോൾ അവിടെ എടുത്തിട്ട് അടിക്കുകയാണ് പോലീസ്. ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് കാണത്തില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പുറത്ത് BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടായാൽ അത് വാർത്തയാക്കണം. നമുക്കൊരു വിരോധമില്ല, അത് വാർത്തയാക്കണം, തീർച്ചയായിട്ടും വാർത്തയാക്കണം. പക്ഷേ പഞ്ചാബിൽ നടക്കുന്ന ഈ കാര്യം കൂടി വാർത്തയാക്കണം. അതിനെ തമസ്കരിക്കരുത്, അതിനെ ഒളിച്ചു വെക്കരുത്. അത് മാധ്യമ പ്രവർത്തനമല്ല. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അവിടെ പോലീസിനെ കയറൂരി വിട്ടിട്ടാണ് ഇവിടെ വന്നിന്ന് ഈ ഗീർവാണമൊക്കെ അടിക്കുന്നത്. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അത് മറയ്ക്കപ്പെടണം, അത് പുറത്ത് വരരുത്. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? അതിനേക്കാൾ വലിയൊരു വിഷയം എടുത്ത് മുമ്പിലേക്ക് ഇടുക. അപ്പോൾ മാധ്യമങ്ങളുടെ അറ്റൻഷൻ അങ്ങോട്ട് പോകും. അങ്ങനെ ഒരു മനഃപൂർവ്വമായ ശ്രമം കൂടി അതിനകത്തുണ്ട്. മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. അവർ നോക്കുമ്പോൾ ഏതിനാണോ വാർത്താ പ്രാധാന്യം, അതെ, അതിൻ്റെ പുറകെ പോകും. അത് സ്വാഭാവികമാണ്. പണ്ട് പിണറായി പറഞ്ഞല്ലോ, പിന്നെ തവള ചത്ത വാർത്ത പാമ്പ് ചാകുന്നത് വരെ, പാമ്പ് ചത്ത വാർത്ത പട്ടി ചാകുന്നത് വരെ, പട്ടി ചത്ത വാർത്ത മനുഷ്യൻ ചാകുന്നത് വരെ. ഇത്രയേ ഉള്ളൂ. ഇതാണ് മാധ്യമ പ്രവർത്തനം എന്നും പറഞ്ഞ് ഒരിക്കലും ആക്ഷേപിച്ചതാണ്. മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതാണ്. അന്ന് അതിന് മറുപടി കൊടുക്കാൻ മാധ്യമപ്രവർത്തകർ എത്ര തയ്യാറായി എന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. അത് നമ്മൾ തന്നെ നമ്മുടെ സംഘടനാ സംവിധാനത്തിനൊക്കെ ഉള്ളിൽ നിന്ന് നമ്മൾ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. ഇരിക്കട്ടെ. അപ്പോൾ കെജ്രിവാൾ ഉന്നയിക്കുന്നത് ഒരർത്ഥത്തിൽ അവർക്ക് ഒരു ഇച്ഛാഭംഗമുണ്ട്. എന്നുവെച്ചാൽ പൊളിഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു ചെറിയ ഒരാളെങ്കിലും ഒന്ന് മരിച്ച് രക്തസാക്ഷിയായിരുന്നെങ്കിൽ അവർക്കത് രാജ്യം മുഴുവനും കൊണ്ടാടാമായിരുന്നു. ഒരു ദുഷ്ടലാക്കതിനകത്തുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിനെ സമരം ചെയ്ത ഒരു വിദ്യാർത്ഥിയുടെ കണ്ണിൽ പെല്ലറ്റ് കൊണ്ട് കാഴ്ച 90% പോകാം എന്നാണ് സൂചന ലഭിക്കുന്നത്. പിന്നെ പെല്ലറ്റ് ആക്രമണം, അത് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും വിദ്യാർത്ഥി സമരത്തിനെതിരെ പെല്ലറ്റുകൾ ഉപയോഗിക്കരുത്. പോലീസ് പെല്ലറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളിലൂടെ അതിന് ഒരു പ്രത്യേക വിങ്, RAF എന്ന് പറയുന്ന ഒരു വിങ്, ഏത് ഇൻസ്റ്റൻസിലാണ് അത് എന്താണ് സംഭവിച്ചത്, വേറെ എന്തെങ്കിലും അടി കൊണ്ടതാണോ നമുക്കറിയില്ലല്ലോ. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് കേരളത്തിലടക്കം വലിയ രീതിയിൽ ഈ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്.
അത് പണ്ട് മറ്റേ മയ്യത്ത് നിസ്കാരം നടത്തിയതുപോലെ തന്നെ. അതിനകത്ത് യാതൊരു വാസ്തവവും ഇല്ല. ആ വാർത്ത തെറ്റാണ്. അതെ, ആരും മരിച്ചിട്ടില്ല. പോലീസിന്റെ അടി കൊണ്ട് പരിക്കേറ്റ് ആൾക്കാർ ആശുപത്രിയിലാണ്. ഈ പറഞ്ഞതുപോലെ കണ്ണിന് പരിക്കേറ്റവരുണ്ട്, ഒക്കെയുണ്ട്. ഈ വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന മുളവടിയുടെ അഗ്രം, ആ അറ്റത്ത് കൂർത്ത ആണി പിടിപ്പിച്ചിരിക്കുന്നത്, ആ ദൃശ്യവും പുറത്തു വന്നു. അതും പുറത്തു വന്നിട്ടുണ്ട് ഇപ്പം. അപ്പോൾ പോലീസിനെ ആക്രമിക്കാൻ ഇവർ കരുതി കൂട്ടി വിദ്യാർത്ഥികളും വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. ഇത് കേവലം ഒരാളിൻ്റെ കയ്യിൽ മാത്രം കാണുകയാണെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം സോനം വാങ്ചുക്കിന് നൽകിയ ഉറപ്പ് പ്രകാരം ഈ സമരം ചെയ്തവർക്കെതിരെ എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഈ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ഒഴികെയായിരിക്കണം. ഈ സമരത്തിനെതിരെ ഒരു കേസ് ഉണ്ടാവില്ല, പക്ഷെ പോലീസിനെ ആക്രമിച്ചതിൽ തീർച്ചയായിട്ടും കേസുണ്ടാവും. അത് കേന്ദ്ര സർക്കാരിന് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. കാരണം ഇത് നാളെ ആരെങ്കിലും ഈ കേസെടുക്കാതെ കേന്ദ്ര സർക്കാർ പിന്മാറി എന്നിരിക്കട്ടെ, അതിനെതിരെ കോടതി പോവും, അതിനെതിരെ ആൾക്കാർ കോടതി പോവും. കാരണം ഇത് നമ്മുടെ വിചാരം ഡൽഹിയിലെ ജനങ്ങൾ മുഴുവനും ഈ സമരത്തെ പിന്തുണയ്ക്കുന്നു എന്നാണ്. അങ്ങനെയല്ല. ഈ മെട്രോയൊക്കെ അടച്ചിടുന്നത് കൊണ്ട് അവിടെ എന്തുമാത്രം യാത്രാ ബുദ്ധിമുട്ട്, ഗതാഗത തടസ്സം ഒക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് അവർക്ക് എങ്ങനെയെങ്കിലും ഈ സമരം ഒന്ന് അവസാനിച്ചാൽ മതി. അവരതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ അവർ സർക്കാരിനെ ചീത്ത പറഞ്ഞൊക്കെ നിൽക്കുമെങ്കിലും ഒരു 4-5 ദിവസം കഴിയുമ്പം ജനത്തിൻ്റെ സ്വഭാവം മാറും. കാരണം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനത്തിനും വില കൂടും ഡൽഹിയിൽ മാത്രം. ഇത് ഇന്ത്യ മുഴുവനും ആ പ്രതിഭാസം വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതങ്ങനെയല്ല. ഡൽഹിയിലെ ആ പ്രത്യേക പ്രദേശത്ത് മാത്രം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അത് ജനങ്ങൾ അതിനെ തള്ളിക്കളയും. ജനങ്ങൾ അങ്ങനെയൊന്നും അതിനെ അനുകൂലിക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അണ്ണാ ഹസാരെയുടെ സമരം വിജയിച്ചതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്. അത് സമാധാനപരമായിരുന്നു, ജനകീയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇതിനകത്ത് അങ്ങനെ ജനകീയ പങ്കാളിത്തമുണ്ട്. ഇത് എവിടെ നിന്നൊക്കെയോ കുറേ പിള്ളേരെ കൊണ്ടുവന്ന് ഇറക്കുന്നു, കുറേ ആൾക്കാർ ഖാലിസ്ഥാൻവാദികൾ വരുന്നു, അതുപോലെ സുഡാപ്പികൾ വരുന്നു, അർബൻ നക്സലുകൾ വരുന്നു. അങ്ങനെ കുറേ എണ്ണം വന്ന് അവിടെ വേണ്ട പാവക്കൂത്ത് നടത്തുകയാണ്. അതാണ് സത്യം. എന്നിട്ട് കണക്കറ്റ പണം ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി ചെലവഴിക്കുന്നു. പാകിസ്ഥാന്റെ 480 സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇത്തരം സംഭവങ്ങളെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനം ഇതിനെ എതിർക്കും, ഇതിനെ വെറുക്കും. അതുകൊണ്ട് സമരത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തതാണ്. അതെന്തായിത്തീരുമെന്ന് നമുക്കറിയാം. ഇത് സമരം എത്ര കണ്ട് വിജയിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പറയുന്നത് ഒരു ഇച്ഛാഭംഗമാണ്. അത് രാഹുൽ ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നടത്തിയ നീക്കം, മാധ്യമ ശ്രദ്ധ മുഴുവനും അങ്ങോട്ട് പോയി. അതായത് മോദിയെ എതിർക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്ന ആ നരേറ്റീവ് രാഹുലിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സൃഷ്ടിച്ചു. അതാണ് ഇവിടുത്തെ വിഷയം. അത് അരവിന്ദ് കെജ്രിവാളിനോ മറ്റൊന്നും അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അവരതിനെ രൂക്ഷമായിട്ട് എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രാഷ്ട്രീയ നാടകങ്ങളുടെ ഒരു ചിത്രം.